ബോളിവുഡ് പറഞ്ഞിട്ടുള്ള പുതിയൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെവിടെയാണെന്ന് അറിയോ സ്ഥലം? അല്ല, ചെമ്മനംകുന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അതായത് നമ്മുടെ പന്നിയങ്കരയൊക്കെ കഴിഞ്ഞിട്ട്, പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ പന്നിയങ്കരയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പുതുതായിട്ട് ബോളിവുഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് മേരിഗിരി ചുമന്നകുന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഇത്രയും ആളുകളാണ് ഗ്രാൻഡ് ഓപ്പണിങ്ങിന് വന്നിരിക്കുന്നത്. അതിൽ വിശിഷ്ടാതിഥികൾ വന്നിട്ട് ഷാജു കുറുപ്പ്, അതുപോലെ തന്നെ മേജർ രവി, മിസ്റ്റർ ഫിലിം ഡയറക്ടർ, അതുപോലെ തന്നെ ജിബി ജാക്കോബ്, അതുപോലെ തന്നെ ബേബൻ സാമുവൽ, രശ്മി ബോബൻ, ശ്രീജിത്ത് രവി, അനീഷ് ഉപ്പസ്ന, TP സുമോദ് MLA തരൂര്, അങ്ങനെ വിശിഷ്ടാതിഥികൾ ഒരുപാട് താരനിരകൾ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇത് പുതുതായിട്ട് ഗ്രാൻഡ് ഓപ്പണിംഗ് ചെയ്തതാണ്. ഈ ബോളിവുഡ് പറഞ്ഞിട്ടുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് പോലെ തന്നെയുണ്ട്. ശരി തന്നെയാണ്. ഇതിൻ്റെ എന്താ പറയുക, മെയിനായിട്ട് ഇതിൻ്റെ മാനേജർ, അതായത് മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സിനിമ സെറ്റ് പോലെ തന്നെ നമ്മൾക്ക് വളരെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പഴയ കാലത്ത് നമ്മളുടെ അതേപോലെ തന്നെ ഈ മൂരുവണ്ടി അല്ലെങ്കിൽ പോത്തുവണ്ടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ നമ്മുടെ കൂടാരങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ഈ നമ്മുടെ ഹൈവേ കൂടെ പോവുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറി നോക്കാം. ഞങ്ങൾ ഭക്ഷണം കയറാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും അതിന് മുമ്പായിട്ടാണ് നമ്മൾ മറ്റേ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കഥകളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയത് പോലും, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കമ്പനിയിൽ ഒരു കഥ പറയാൻ പോയിട്ടാണ് എനിക്ക് ഇവരെ പരിചയം. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ സിനിമയ്ക്ക് പകരം ഒരു റെസ്റ്റോറൻ്റായിട്ട് മാറി എന്നുള്ളത് മാത്രം. എന്തായാലും എന്നെ കൊണ്ട് എന്തായാലും നിർമ്മാണമൊന്നും ഉണ്ടാവില്ല ഒരിക്കലും. ഇങ്ങനെയൊക്കെ യാത്ര തുടരുക അല്ലേ? എന്തായാലും ഒക്കെ അങ്ങനെ യാത്ര തുടരുക. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇനാഗ്രേഷൻ നമുക്ക് തിരിതെളിച്ച് ഇനാഗ്രേഷൻ ചെയ്തതിന് ശേഷം സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നു. ഗുരുനാഥനും എല്ലാവരും ചേർന്ന് തിരിതെളിക്കുക. എവിടെ നിന്ന് നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ് ശരീരം കാണുമ്പോൾ പറയുന്നത്. അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയണമല്ലോ. നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. ഇവിടെ എന്താ പറയണ്ടത്? അല്ല, നമ്മൾ സിനിമ മാത്രമല്ല ഫുഡും. അതെ, എന്തായാലും ഷിൻഡോയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നൽകുന്നു. അതുപോലെ നല്ല ഭക്ഷണം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. എന്ത് അത് പോരാ, ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യാം, ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്, സിനിമാ ലൊക്കേഷനുകളൊക്കെ ഉണ്ട്. നമുക്ക് എവിടെയും ഭക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? പുട്ടുംകടല ഇവിടെ ഉണ്ടാവുമോ? ഉണ്ടാവും. ഉച്ചയ്ക്കൊക്കെ കറികളൊക്കെ എന്തൊക്കെയായിരിക്കും? ഉച്ച മീൻകറി, മീൻ വറുത്തത്. രാത്രി എന്താണ് കഴിക്കുന്നത്? രാത്രി ചപ്പാത്തി എല്ലാം കഴിക്കും. അപ്പോൾ എല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെട്ടാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുമ്പം ഹോട്ടലുകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹോട്ടലുകൾ സെലക്ട് ചെയ്യണം. അവിടെ നമ്മുടെ ലൊക്കേഷനിൽ പരിചയമുള്ള നമ്മുടെ ഓരോ സുഹൃത്തുക്കളുണ്ടാവുമല്ലോ. അപ്പോൾ അവർ വിളിച്ചു ചോദിക്കും. ഇപ്പോൾ ഈ വഴി വരുമ്പോൾ ഷിൻഡോനെ വിളിച്ചു ചോദിക്കും, ഷിൻഡോ ഇവിടെ ഏതാണ് നല്ല ഹോട്ടൽ, നല്ല ഭക്ഷണം ഏതാണെന്ന് ചോദിക്കും. അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇനി ചോദിക്കേണ്ടതല്ല, ഇവിടെ വരുമ്പോൾ ഈ ഹോട്ടലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്നായിരിക്കണം കേട്ടല്ലോ, നന്നായിരിക്കണം. ഷെഫിൻ്റെ കയ്യിലാണൊക്കെ കാര്യങ്ങളിരിക്കുന്നത്. നന്നായിരിക്കണം, തീർച്ചയായിട്ടും അതെ. പക്ഷെ എല്ലാവിധ ആശംസകളും. നേരത്തെ തന്നെ എത്തിയാണ് അദ്ദേഹം, നേരത്തെ തന്നെ എത്തി. അത്രമാത്രം ആത്മബന്ധമാണ് ഇവർ തമ്മിലുള്ള. ഒത്തിരി സന്തോഷം. താങ്ക് യു. നമ്മുടെ മലയാളികളുടെ അഭിമാനം അല്ലേ? എത്രയെത്ര സിനിമകൾ തന്ന് മാളികപ്പുറം എന്നൊരു സിനിമ മനസ്സിൻ്റെ ആഴത്തിൽ പതിച്ച ഒരു സിനിമയാണ്. അതിൽ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷിൻഡോ സംവിധാനം ചെയ്ത പാപ്പച്ചൻ ഒളിവിലാണെന്ന സിനിമ.
അങ്ങനെ നിരവധി സിനിമകൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. അദ്ദേഹം നല്ല തിരക്കുള്ള വ്യക്തിയാണ്. ആത്മബന്ധമാണ് ഇവിടെ എത്തിച്ചെന്ന കാര്യത്തിൽ സംശയം. നല്ല കയ്യടോടുകൂടി നമുക്ക് വേദിയിലേക്ക് 2 വാക്ക് കേൾക്കാം. പ്ലീസ് കം സാർ. എനിക്കൊരു കാര്യം ചോദിച്ചു തുടങ്ങണം. ആ പാപ്പച്ചൻ്റെ ഒളിവിലെ വെടിയിറച്ചി ഇവിടെ ഇല്ല കേട്ടോ, അതിവിടെ കൊടുക്കില്ല ഞങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. മെഹബൂബ് മൂസ എന്ന് പറഞ്ഞ ജിബു ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സിൻഡോ സണ്ണി എന്ന് പറഞ്ഞ സംവിധായകനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വളരെ ചുരുക്കുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, എല്ലാ കാര്യത്തിലും മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഡയറക്ഷൻ ടീമിലെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ നമ്മൾ ശ്രദ്ധിക്കും. എന്നുവെച്ചാൽ ഇവരായിരിക്കും അടുത്ത വളർന്നു വരുന്ന സംവിധായകർ. അപ്പം നമ്മളെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ എനിക്ക് സിനിമകളാണ് ആവശ്യം എനിക്ക് ജീവിക്കണമെങ്കിൽ. അപ്പം അങ്ങനെ സിൻഡോയെ ഞാൻ നോട്ട് ചെയ്തിട്ട് സിൻഡോയുടെ ഒരു ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിൻ്റെ ആദ്യത്തെ പടത്തിൽ എനിക്ക് പറ്റിയ വേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അവനെന്നെ ഞെട്ടിച്ചു കളഞ്ഞു, എന്നെ ഹീറോ ആക്കി കളഞ്ഞവൻ. പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറഞ്ഞ സിനിമയിൽ. അതിന് ഏറ്റവും അധികം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സിൻഡോയോട്. പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറഞ്ഞ സിനിമ സിൻഡോ സണ്ണി സംവിധാനം ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ഹൈദരേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു സുപ്രധാന കഥാപാത്രത്തിൽ. അദ്ദേഹം ഇന്നിവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ക്യാമറമാൻ പാപ്പച്ചൻ ഒളിവിലാണ്ടിൻ്റെ ശ്രീജിത്ത് നായർ, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ആക്ച്വലി ഹൈദരേട്ടനല്ല, ബാക്കി ഞാൻ പറഞ്ഞ പേരുകളൊക്കെ ജിബു ചേട്ടൻ്റെ ശിഷ്യന്മാരാണ്, സുഹൃത്തുക്കളാണ്. സിൻഡോ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്, മോളിവുഡ് എന്ന് അതിൻ്റെ പേര്. എൻ്റെ മനസ്സിൽ തോന്നി തകർത്തു മോളിവുഡ്. ചിലപ്പോൾ കേരളത്തിൽ മോളിവുഡ് എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ഹോട്ടൽ കാണുകയായിരിക്കും, എവിടെയെങ്കിലും കാണുമായിരിക്കും. പക്ഷേ എൻ്റെ അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ വഴി നമ്മൾ പോകുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി പല സ്ഥലത്തും ഇവിടെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നമ്മൾ പല ഇവിടുത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഹോട്ടൽസിൻ്റെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. മോളിവുഡും അതേപോലെ തന്നെ വിജയകരമായ ഒരു യാത്ര, അവരുടെ ഒരു യാത്ര അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്നുള്ളത് അറിയില്ല, പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ അൽഫഹാമിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയായി വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടും കടലുള്ള കാര്യം ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എനിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. പിന്നെ പുട്ടിൻ്റെ കൂടെ നമുക്ക് എന്തും പോകുമല്ലോ, ബീഫ് കറി ആയാലും സാമ്പാറായാലും അവിയലായാലും മട്ടൻ കറി ആയാലും മുട്ടക്കറി ആയാലും മീൻ കറി ആയാലും പുട്ടിൻ്റെ കൂടെ നമുക്ക് എന്തും കഴിക്കാം. അപ്പോൾ ആ സാധനം എനിക്ക് അതിനെപ്പറ്റി ആലോചനയുള്ളത്. അപ്പം അത് അൽഫാക്കിട്ടോ. അപ്പോൾ എന്തായാലും സിൻഡോ സണ്ണിക്കും നേയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. മേ ഗോഡ് ബ്ലെസ് ദം. ആൻഡ് ഹോട്ടൽ മോളിവുഡ്, റെസ്റ്റോറൻറ്റ് മോളിവുഡ് ഒരു വലിയ വിജയമായി മാറട്ടെ. ഇതൊരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സായി മാറട്ടെ. കേരളത്തിൽ പല ഇതിപ്പം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് നമ്മളിപ്പം. ഇത് തൃശ്ശൂരും എറണാകുളവും ട്രിവാൻഡ്രവും കാസർഗോഡും അങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു വലിയ വിജയമായി മാറട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ സിനിമ പിന്നെ എൻ്റെ പണിയോട് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പോയി ആദ്യമായിട്ട് ചാനൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്കും ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് ഇത് ആസിഫിൻ്റെ ശബ്ദം ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആസിഫ് ശബ്ദം സിനിമയുടെ ഡയലോഗ് ആ ഒരു സിനിമയുടെ ഡയലോഗ് നമ്മൾ അല്ലെങ്കിൽ ലൈവായിട്ട് തോന്നുന്നു. ആസിഫ് ഹായ്, ഹലോ, നമസ്കാരം. ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ സിനിമക്കാരുടെ പേരുകൾ തന്നെ കോഴിക്കോട് എന്നുള്ള കഫേ സ്റ്റാർട്ട് ചെയ്തത്. അടിപൊളിയായിട്ട്, സൂപ്പറായിട്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൃത്യമായിട്ട് അറിയാവുന്നത് തന്നെയാണ്. പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾ എത്ര മണിക്കൂർ ചെയ്താലും ഇഷ്ടപ്പെടാൻ തന്നെ ഇരിക്കുന്നവരാണ്. അത് ഞാൻ കഴിയുള്ളൂ. ശരി, നിങ്ങൾ ഒരു പ്രശ്നവും പിന്നെ കുറച്ച്